ഹോർമോൺ ഇംബാലൻസിൽ ഏറ്റവും അപകടകരമായ ഒരു പകുതിയിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നതാണ് തൈറോയ്ഡ് ഇംബാലൻസസ്. എന്തുകൊണ്ടാണ് സർ തൈറോയ്ഡ് ഇത്ര ഇംബാലൻസ്ഡ് ആവുന്നത്? നമ്മൾക്ക് ആ പഴയ തരത്തിലുള്ള ചികിത്സാ രീതി കൊണ്ട് തന്നെ ഇപ്പൊ എന്തെങ്കിലും അഡ്വാൻസ്മെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ ആ പഴയ തരത്തിലുള്ള ദിവസവും ഓരോ ചെറിയ ഗുളിക രാവിലെ ഭക്ഷണത്തിന് മുന്നേ കഴിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കതിനെ ക്രമീകരിക്കാൻ പറ്റുന്നതാണോ? എപ്പോഴും മനസ്സിലാക്കേണ്ട തൈറോയ്ഡ് അസുഖങ്ങൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഡയബറ്റീസ് കഴിഞ്ഞ സെക്കൻഡ് മോസ്റ്റ് കോമൺ ഹോർമോൺ ഡിസോർഡർ തൈറോയിഡാണ്. പണ്ട് നമ്മൾ തൈറോയ്ഡ് അസുഖം എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ കഴുത്തി പിടിച്ച് നോക്കും മുഴയുണ്ടോ ഇല്ലയോ. തൈറോയിഡിന്റെ മുഴയുടെ പേര് ഗോയിറ്റർ എന്ന. പക്ഷേ 1984 ശേഷം 1984 ശേഷം അയഡൈസേഷൻ വന്നു. അപ്പം നമ്മളെല്ലാം അയഡൈസ് സോൾട്ട്, അപ്പം മുഴകളുടെ വലിപ്പം കുറഞ്ഞു. ശരിക്കും ബ്ലഡിലെ തൈറോയിഡിന്റെ ടെസ്റ്റിങ്ങിന്റെ ഹൈപ്പർ കൂടി. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 25 വയസ്സ് കഴിഞ്ഞ് 10 ഒരു സ്ത്രീക്കും 13 വയസ്സ് കഴിഞ്ഞ് സ്കൂളിലെ പെൺകുട്ടികൾ നോക്കി 20 ഒരാൾക്കും തൈറോയ്ഡ് ഉണ്ടെന്ന്. ഇവരിൽ 10 ഒരാൾക്ക് മാത്രമേ മുഴയുള്ളൂ, ബാക്കിയുള്ളവർക്ക് മുഴകൾ വരണമെന്നില്ല, അഥവാ ഗോയിറ്റർ കുറവാണ്. സോ ഏതൊരു വ്യക്തിക്ക് അച്ഛനും അമ്മയ്ക്കും തൈറോയ്ഡ് അസുഖമുണ്ട്, അല്ലെങ്കിൽ കഴുത്തിന് മുഴ പോലുണ്ട്, തൈറോയ്ഡായ ക്ഷീണം, തളർച്ച, മലബന്ധനം, തലമുടി പൊഴിച്ചിൽ, മാസമുറ തെറ്റുന്നു, തടി കൂടുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൈറോയിഡിന്റെ ബ്ലഡ് ചെക്കിന്റെ പേര് TSH. ആ TSH 10 കൂടിയാൽ അതിന്റെ പേരാണ് ഹൈപ്പോതൈറോയിഡിസം. 4.5-നും 10-നും ഇടയ്ക്കത്തിന്റെ പേരാണ് സബ് ക്ലിനിക്കൽ അഥവാ മൈൽഡ് ഹൈപ്പോതൈറോയിഡിസം. അപ്പൊ ഏത് ഡോക്ടറിന്റെ അടുത്തും TSH 4 കൂടുതൽ കൊണ്ട് ചെന്നാൽ അവർ തൈറോക്സിന്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിച്ച് TSH നോർമൽ ആയിട്ടാണ് പലപ്പോഴും എൻഡോക്രിനോസിന് വരുന്നത്. നമ്മുടെ പേഷ്യന്റ് ഒന്ന് ചോദിക്കും, ഡോക്ടറെ തൈറോയിഡ് മരുന്ന് ഇങ്ങനെ താലൂക്ക് ആശുപത്രിയിലെ മിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ ഇതിങ്ങനെ ജീവിതകാലം മുഴുവൻ കഴിച്ചുകൊണ്ടിരിക്കണോ, പയ്യെ നിർത്താമോ? ഈ തൈറോയിഡ് അസുഖം പെർമനന്റ് ആണോ ടെമ്പററി ആണോ എന്ന് അറിയുന്ന ടെസ്റ്റിന്റെ പേരാണ് ആന്റിബോഡി. അപ്പൊ തൈറോയ്ഡ് എപ്പോഴേലും ഉള്ള എല്ലാവരും മനസ്സിലാക്കണം, മരുന്ന് കറക്റ്റ് കഴിക്കുക, TSHന്റെ നോർമൽ ലെവൽ 0.52 എന്നിട്ട് ലൈഫ് ലോങ് തൈറോയ്ഡ് കഴിക്കണോ വേണ്ടോ എന്ന് ആന്റിബോഡി ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ മുഴകളെല്ലാം ക്യാൻസർ ആണെന്നോ അല്ലയോ. പണ്ടത്തെ കാലത്ത് നമുക്കറിയാം, ഒരു 10 വർഷം മുമ്പൊക്കെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും തൈറോയ്ഡ് ക്യാമ്പ് ഉണ്ട്. ഏതെങ്കിലും കമ്പനിക്കാരൊന്ന് തൈറോയ്ഡ് ചെക്ക് ചെയ്യും, അതിന്റെ കൂടുതൽ ഒരു സർജൻ ഇരുന്നിട്ട് മുഴയുള്ളവരെ എല്ലാം സർജറിക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യും. ഇപ്പം നമുക്കറിയാം 100 പേർക്ക് തൈറോയിഡിന്റെ മുഴയുണ്ടെങ്കിൽ 100-ൽ 3 പേർക്ക് തൈറോയ്ഡ് ക്യാൻസർ ഉള്ളൂ. മറിച്ച് 10-ൽ 3 സ്ത്രീകൾക്ക് 45 വയസ്സ് കഴിഞ്ഞാൽ ബ്രസ്റ്റിലോ യൂട്രസിലോ ഫൈബ്രോ അഡിനോസിസോ ബ്രസ്റ്റ് ക്യാൻസറോ യൂട്രസ് ക്യാൻസറോ ഉണ്ട്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാനും എന്നും പരസ്യം കൊടുക്കുന്ന സ്ഥാനാർബുദവും യൂട്രസും നോക്കാൻ ജനം ഇപ്പോഴും നമ്മുടെ തൈറോയ്ഡ് ചെക്ക് ചെയ്യാൻ വരുന്നത്. കാരണം ബ്രസ്റ്റിനൊരു മുഴയുണ്ടെങ്കിലും യൂട്രസ് ഉണ്ടെങ്കിലും മറ്റുള്ളവർ അറിയുന്നില്ല. വണ്ണമുള്ള ശരീരമാണെങ്കിൽ ബ്രസ്റ്റും യൂട്രസിന് മുഴയുണ്ടെങ്കിൽ വെളിയിൽ അറിയുന്നില്ല. പക്ഷേ തൈറോയിഡിന് 2 സെന്റിമീറ്ററിന്റെ മുഴയുണ്ടെങ്കിലും മറ്റുള്ളവർ ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് തന്നെ ഡൗട്ട് വരുന്നു ക്യാൻസർ ആണെന്ന് വലിയ. ഉടനെ ഒരു സർജൻ എടുത്ത് തോന്നുന്നു, സർജൻ പിടിച്ചിട്ട് ക്യാൻസർ ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഉടനെ സർജറിക്ക് പോകുന്നു. ഇപ്പം നമുക്കറിയാം തൈറോയിഡിന്റെ മുഴ 100 പേർക്കുണ്ടെങ്കിൽ 3 പേർക്കേ ക്യാൻസർ ഉള്ളൂ. സോ നിങ്ങൾക്ക് തൈറോയിഡിന്റെ മുഴയുണ്ടെങ്കിൽ ഫസ്റ്റ് തൈറോയിഡിന്റെ ബ്ലഡ് TSH ആന്റിബോഡി ചെക്ക് ചെയ്യുക. എന്നിട്ട് കഴുത്തിന്റെ അൾട്രാസൗണ്ട് ചെയ്ത് തൈറോയിഡിന്റെ മുഴയുടെ വലിപ്പം നോക്കുക. 2 സെന്റിമീറ്റർ കൂടുതൽ വഴുപ്പമുള്ള മുഴയെന്നെല്ലാം കുത്തിയെടുത്ത് നോക്കുക. ആ കുത്തിയെടുത്ത മുഴയുടെ കുത്തിയെടുക്കുന്ന ടെസ്റ്റിന്റെ പേരാണ് FNAC. കുത്തിയെടുക്കുന്ന മുഴയിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ സർജറി ചെയ്യുക, ക്യാൻസർ ഇല്ലാത്ത മുഴകളാണെന്ന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. TSHന്റെ വേരിയേഷൻ ഉണ്ടെങ്കിൽ മരുന്ന് കഴിക്കുക, അല്ലെ വർഷത്തിലൊരിക്കൽ സ്കാൻ ചെയ്യുക. പിന്നെ സ്കാൻ ചെയ്തിട്ട് വലിപ്പം 30 to 50% കൂടുന്നുണ്ടെങ്കിൽ മാത്രം സർജറി ചെയ്താൽ മതി. എന്ന് വെച്ചാൽ തൈറോയിഡിന്റെ ഗോയിറ്റർ ഈസ് ജസ്റ്റ് ലൈക്ക് എ ബ്രസ്റ്റ് മാസ്. എന്റെ അമ്മയ്ക്ക് 65 വയസ്സിൽ ബ്രസ്റ്റിനൊരു മുഴയുണ്ടെങ്കിൽ മാമോഗ്രഫി എന്ന് നോർമൽ കുത്തിയെടുക്കുന്നു, അതിനകത്ത് ഫൈബ്രോയിഡ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വർഷത്തിലൊരിക്കൽ സ്കാൻ ചെയ്യുക, അത് ക്യാൻസർ അല്ല. പിന്നെ അതിന്റെ വലിപ്പം ഡബിൾ ചെയ്യുന്നു, അല്ലെ 30 to 50% കൂടുന്നുണ്ടെങ്കിൽ മാത്രം സർജറി ചെയ്യുക. അതിന് തൈറോയിഡ് പണ്ടത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ അല്ല. കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് തൈറോക്സിൻ ആണെങ്കിലും ഹൈപ്പറിനുള്ള നിയോമർക്കസോൾ ആണെങ്കിലും തൈറോക്യാബ് എന്ന് കറക്റ്റ് എടുക്കുക. പെർമനന്റ് ആണോ ടെമ്പററി എന്ന് കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് ആന്റിബോഡി. തൈറോയിഡിന്റെ മുഴകൾ ക്യാൻസർ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് പറയുന്നതാണ് FNAC. അതിന്റെ കൂടെ അൾട്രാസൗണ്ട് വെച്ചിട്ട് വലിപ്പം കൂടുന്നുണ്ടോ ഇല്ലയോ നോക്കുക.